ഹലോ സ്റ്റുഡൻസ്, ലാസ്റ്റ് ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത് ജനറൽ ഡിഡക്ഷൻസ് അണ്ടർ സെക്ഷൻ 37 വരെയാണ്. ഓക്കെ, അതായത് സെക്ഷൻ 30 to 37 വരെയുള്ള ഡിഡക്ഷൻസ് എക്സ്പ്രസ്ലി അലൗഡ് ഏതൊക്കെയാണെന്നുള്ളത് നമ്മൾ നോക്കി. ഇനി അതിനുശേഷം ഞാൻ സെക്ഷൻ 37ലുള്ള ജനറൽ ഡിഡക്ഷൻസ് പറഞ്ഞു തന്നു. ജനറൽ ഡിഡക്ഷൻസ് എന്ന് പറഞ്ഞാൽ കണ്ടീഷൻസ് ആണ്. അതായത് സെക്ഷൻ 37ൽ നമ്മൾ ജനറൽ ഡിഡക്ഷനായിട്ട് കൊടുക്കണമെങ്കിൽ ഒന്ന് ഇതിൽ പറഞ്ഞ 30 to 36 ഉള്ളിൽ വരുന്ന പിന്നെ എക്സ്പെൻഡിച്ചറുകളൊന്നും ആവരുത്. പിന്നെ അതേപോലെ തന്നെ എക്സ്പെൻസ് ബിസിനസ് ക്യാരി ചെയ്യുന്നത് അസസി ക്യാരി ചെയ്യുന്ന ബിസിനസ്സിനായിരിക്കണം. ദെൻ പേഴ്സണൽ എക്സ്പെൻസുകളാവരുത്. പിന്നെ അതേപോലെ തന്നെ ക്യാപിറ്റൽ എക്സ്പെൻസുകളാവരുത്. പിന്നെ അതേപോലെ തന്നെ ആ എക്സ്പെൻസ് എക്സ്ക്ലൂസീവ്ലി ഫോർ ദ പർപ്പസ് ഓഫ് ദറ്റ് ബിസിനസ് ആയിരിക്കണം. എക്സ്പെൻസ് ഇൻക്ലൂഡ് ചെയ്യുന്നത് പ്രീവിയസ് ഇയർ ആയിരിക്കണം. ആ ഒരു കണ്ടീഷൻസ് ശരിക്കും ഓർത്ത് വെക്കുക കേട്ടോ, സെക്ഷൻ 37ൽ വരുന്ന. ഓക്കെ, സെക്ഷൻ 37ൽ വരുന്ന. ഇനി അടുത്തത് പറയുന്നത് എക്സാമ്പിൾസ് ഓഫ് എക്സ്പെൻഡിച്ചർ അലൗബിൾ ആസ് ഡിഡക്ഷൻ അണ്ടർ സെക്ഷൻ 37 ക്ലോസ് 1. ഏതൊക്കെയാണ് ഡിഡക്ഷനായിട്ട് അലൗ ചെയ്യാവുന്നത് എക്സാമ്പിൾസ് ആണ് പറയുന്നത് കേട്ടോ. സെക്ഷൻ 37 ക്ലോസ് 1 അനുസരിച്ച് എക്സാമ്പിൾസ് ഓഫ് എക്സ്പെൻഡിച്ചർ അലവബിൾ ആസ് എ ഡിഡക്ഷൻ. ഫസ്റ്റ്, ജനറൽ എക്സ്പെൻസ്. ജനറൽ എക്സ്പെൻസസ് ഇൻകേർഡ് ഇൻ ദ ഡേ ടു ഡേ റണ്ണിങ് ഓഫ് ദ ബിസിനസ് ആണല്ലോ. ജനറൽ എക്സ്പെൻഡിച്ചർ ഇൻകർ ചെയ്യുന്നത് എന്തിനാണ്? ഡേ ടു ഡേ റണ്ണിങ് ഓഫ് ദ ബിസിനസ്. ഒരു ബിസിനസ് ഓർഗനൈസേഷൻ്റെ ഡേ ടു ഡേ റണ്ണിങ്ങിന് വേണ്ടിയിട്ടാണ് ജനറൽ എക്സ്പെൻസ് ഇൻകർ ചെയ്യുന്നത്. എക്സ്പെൻസ് ബൈ വേ ഓഫ് കോസ്റ്റ് ഓഫ് റോ മെറ്റീരിയൽ, ടൂൾസ്, സ്പെയേഴ്സ്, കോസ്റ്റ് ഓഫ് ലേബർ, സാലറി, വേരിയസ് എക്സ്പെൻസസ് ഇൻക്വേർഡ് ബൈ ദ അസസി വിൽ ബി അലൗഡ് ആസ് ഡിഡക്ഷൻ. അപ്പോൾ ഇതൊക്കെ നിങ്ങൾക്ക് അറിയാം, നിങ്ങൾക്ക് തന്നെ പണ്ട് മുതലേ നിങ്ങൾ പഠിക്കുന്ന കാര്യമായിരിക്കും. ഇതൊക്കെ നമുക്ക് എന്താണ്, ബിസിനസ്സിന് സാധാരണ ഉണ്ടാവുന്ന എക്സ്പെൻസുകളാണ്. അപ്പോൾ ഡേ ടു ഡേ റണ്ണിങ്ങിന് വേണ്ടിയിട്ട് ബിസിനസ്സിന് ഉണ്ടാവുന്ന എക്സ്പെൻസ് ഒരു ജനറൽ എക്സ്പെൻസ് ആണ്. അത് എക്സ്പെൻഡിച്ചർ അലൗബിൾ ആസ് എ ഡിഡക്ഷൻ അണ്ടർ സെക്ഷൻ 37 ക്ലോസ് 1. ദറ്റ് ഇസ് ദ ഫസ്റ്റ് വൺ. ഓക്കെ, സെക്കൻഡ് വൺ, ഇൻട്രസ്റ്റ്. If the interest payment have been made wholly and exclusively for the purpose of business. ബിസിനസ്സിൻ്റെ ആവശ്യത്തിന് വേണ്ടിയിട്ട് എന്തെങ്കിലും കാരണത്താൽ ഇൻട്രസ്റ്റ് പേ ചെയ്യേണ്ടി വന്നാൽ ദറ്റ് ഈസ് ഓൾസോ അലൗഡ് ആസ് എ ഡിഡക്ഷൻ അണ്ടർ സെക്ഷൻ 37 ക്ലോസ് 1. ഓക്കെ, എന്ന് വെച്ചാൽ എന്താ ഇപ്പോൾ പറഞ്ഞത്, എന്തെങ്കിലും ബിസിനസ് ആവശ്യത്തിന് വേണ്ടിയിട്ട് നമുക്ക് ഇൻട്രസ്റ്റ് ഉണ്ടാവുകയാണെങ്കിൽ, ഇൻട്രസ്റ്റ് പേ ചെയ്യേണ്ട ഒരു സിറ്റുവേഷൻ, അത് എന്തിനായിക്കൊള്ളട്ടെ, ലോൺ എടുത്തതായിക്കൊള്ളട്ടെ, വേറെ എന്തെങ്കിലും രീതിയിലായിക്കൊള്ളട്ടെ, ഇൻട്രസ്റ്റ് പേ ചെയ്യേണ്ട ഒരു സിറ്റുവേഷൻ വരികയാണ് ഹോളി ഓർ എക്സ്ക്ലൂസീവ്ലി ഫോർ ദ പർപ്പസ് ഓഫ് ബിസിനസ്. അങ്ങനെയാണെങ്കിൽ ആ ഇൻട്രസ്റ്റ് നമുക്ക് എന്തായിട്ട് കാണിക്കാം? പറഞ്ഞ പോലെ നമുക്ക് എക്സ്പെൻഡിച്ചറായിട്ട് ഡിഡക്ഷനായിട്ട് കാണിക്കാം. തേർഡ് വൺ, expenditure on raising loan. Expenses of various types incurred in connection with raising loan for the purpose of business are allowable as deduction. ഓക്കെ, എന്തെങ്കിലും ലീഗൽ ചാർജസോ അതല്ലെങ്കിൽ ഡ്രാഫ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്, ലോൺ എടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്തെങ്കിലും ലീഗൽ ചാർജസ്, ബ്രോക്കറേജ് കൊടുക്കുക, ഓക്കെ, ലോൺ എടുക്കാൻ വേണ്ടിയിട്ട് മുദ്ര പേപ്പർ വാങ്ങിക്കുക, ഇതൊക്കെ നമുക്ക് ലോൺ എടുക്കാൻ വേണ്ടി വരുന്ന ചിലവുകളാണ്. ബിസിനസ്സിൻ്റെ ആവശ്യത്തിന് വേണ്ടിയിട്ട് ഒരു അസസിക്ക് ലോൺ എടുക്കാൻ എന്തെങ്കിലും ഈ മാതിരിയുള്ള ചിലവ് വരികയാണെങ്കിൽ അതെന്താണ്, പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൻ്റെ ഡെബിറ്റ് സൈഡിൽ എക്സ്പെൻസ് ആയിട്ട് നമുക്ക് കാണിക്കാം. അടുത്തത് എക്സ്പെൻഡിച്ചർ ഓൺ അഡ്വർടൈസ്മെൻറ്റ്. അഡ്വർടൈസ്മെൻറ്റിന് വേണ്ടി വരുന്ന ചിലവ്, എക്സ്പെൻഡിച്ചർ ഓൺ അഡ്വർടൈസ്മെൻറ്റ് പറയുന്നുണ്ട്. എക്സ്പെൻഡിച്ചർ ഓൺ അഡ്വർടൈസ്മെൻറ്റ്, എനി എക്സ്പെൻഡിച്ചർ ഇൻക്വേർഡ് ഡ്യൂറിങ് ദ പ്രീവിയസ് ഇയർ ഓൺ അഡ്വർടൈസ്മെൻറ്റ് ഫോർ ദ പർപ്പസ് ഓഫ് ബിസിനസ് ആൻഡ് പ്രൊഫഷൻ ഷാൾ ബി അലൗഡ് ആസ് എ ഡിഡക്ഷൻ. അഡ്വർടൈസ്മെൻറ്റിന് വേണ്ടിയിട്ട് ബിസിനസ്സിൽ ചിലവ് വരികയാണെങ്കിൽ, അഡ്വർടൈസ്മെൻറ്റിന് വേണ്ടിയിട്ട് എന്തെങ്കിലും എക്സ്പെൻസ് ബിസിനസ്സിൽ ഉണ്ടാവുകയാണെങ്കിൽ ദറ്റ് ഷാൾ ബി അലൗഡ് ആസ് എ ഡിഡക്ഷൻ. ഇതെന്തായിട്ട് നമുക്ക് കാണിക്കാം? ഡിഡക്ഷനായിട്ട് കാണിക്കാം. ദറ്റ് ഈസ് നോൺ ആസ് എക്സ്പെൻഡിച്ചർ ഓൺ അഡ്വർടൈസ്മെൻറ്റ്. ദറ്റ് ഇസ് ഓൾസോ വൺ ഓഫ് ദ എക്സാമ്പിൾ ഫോർ ഡിഡക്ഷൻ അണ്ടർ സെക്ഷൻ 37 ക്ലോസ് 1. അടുത്തത് ഡാമേജസ് പെയ്ഡ്. ഡാമേജസ് പെയ്ഡ് ടു എ വർക്കർ ഇൻ ഓർഡർ ടു ഡിസ്മിസ് ഹിം ഇൻ ദ ഇൻട്രസ്റ്റ് ഓഫ് ബിസിനസ്. ബിസിനസ്സിൽ നിന്ന് ഒരാളെ പിരിച്ചുവിടുകയാണ്, എന്നിട്ട് അയാൾക്ക് എന്തെങ്കിലും നഷ്ടപരിഹാരം നമ്മൾ കൊടുക്കുമല്ലോ, ആ കൊടുക്കുന്ന ഡാമേജസും എന്തായിട്ട് കാണിക്കാം? ബിസിനസ് ഓർഗനൈസേഷൻ്റെ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഡെബിറ്റ് സൈഡിൽ എക്സ്പെൻസ് ആയിട്ട് കാണിക്കാം. കമ്മീഷൻ പെയ്ഡ്. കമ്മീഷൻ പെയ്ഡ് ടു സെല്ലിംഗ് ഏജൻറ്റ്. സെല്ലിംഗ് ഏജൻറ്റുമാർക്ക് കൊടുക്കുന്ന കമ്മീഷൻ. കമ്മീഷൻ പെയ്ഡ്, ദറ്റ് ഈസ് കമ്മീഷൻ പെയ്ഡ് ടു ദ സെല്ലിംഗ് ഏജൻറ്റ്. അടുത്തത് എക്സ്പെൻസ് ഇൻകേർഡ് ഇൻ
ഓൺ സെർട്ടൈൻ ഒക്കേഷൻ. ഏതെങ്കിലും ഒക്കേഷനുകളിൽ നമുക്ക് എന്തെങ്കിലും എക്സ്പെൻസ് ഇൻക്യൂർ ചെയ്യാം. ദറ്റ് ഇസ് ദീപാവലി പോലുള്ള ഒക്കേഷനുകളിലോ, നമുക്കിപ്പോൾ നമ്മളിവിടെ പറയുകയാണെങ്കിൽ കേരളത്തിൽ ഓണത്തിനോ അതല്ലെങ്കിൽ പറഞ്ഞ പോലെ പെരുന്നാൾക്കോ ഒക്കെ എന്തെങ്കിലുമൊക്കെ എക്സ്പെൻസുകൾ വരികയാണ്. സെർട്ടൈൻ ഒക്കേഷൻസ്. ഇപ്പോൾ ബിസിനസ് ഓർഗനൈസേഷനിൽ അവർ ഫെസ്റ്റിവലൊക്കെ എന്തെങ്കിലും നടത്തി, അപ്പോൾ അതിനവർക്ക് ചിലവായി, ഓക്കെ, അലൗ ചെയ്യാവുന്ന ഡിഡക്ഷനാണ്. അടുത്തത് പ്രൊഫഷണൽ ടാക്സ്. പ്രൊഫഷണൽ ടാക്സ് പെയ്ഡ് ബൈ എ പേഴ്സൺ ക്യാരിയിങ് ഓൺ ബിസിനസ് ഓർ ട്രേഡ്. ബിസിനസ് ഓർ ട്രേഡോ ക്യാരി ചെയ്യുന്നൊരു വ്യക്തി പ്രൊഫഷണൽ ടാക്സ് കൊടുക്കേണ്ടി വരിക. പ്രൊഫഷണൽ ടാക്സ് കൊടുക്കുക മുനിസിപ്പാലിറ്റിക്കാണ് കേട്ടോ. അപ്പോൾ മുനിസിപ്പാലിറ്റിയിലേക്ക് പ്രൊഫഷണൽ ടാക്സ് കൊടുക്കേണ്ടി വന്നാൽ ദാറ്റ് ഇസ് ഓൾസോ അലൗഡ് ആസ് എ ഡിഡക്ഷൻ. ദെൻ പീരിയോഡിക്കൽ പേയ്മെൻറ്റ് ഫോർ ദ യൂസ് ഓഫ് ഗുഡ് വിൽ. ഗുഡ് വിൽ യൂസ് ചെയ്യുന്നതിന് കൊടുക്കുന്ന പീരിയോഡിക്കലായിട്ടുള്ള പേയ്മെൻറ്റ്. ആനുവൽ ലിസ്റ്റിംഗ് ഫീസ് പെയ്ഡ് ടു സ്റ്റോക്ക് എക്സ്ചേഞ്ച്. നമ്മുടെ ഷെയറുകൾ നമ്മൾ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ ലിസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മളവിടെ വർഷം ആനുവൽ ലിസ്റ്റിംഗ് ഫീസ് കൊടുക്കണം. ആ ആനുവൽ ലിസ്റ്റിംഗ് ഫീസ് നമുക്ക് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൻ്റെ ഡെബിറ്റ് സൈഡിൽ എക്സ്പെൻസ് ആയിട്ട് കാണിക്കാം. എൻ്റർടൈൻമെൻറ്റ് അലവൻസ്. എന്തെങ്കിലും എൻ്റർടൈൻമെൻറ്റ് അലവൻസുകൾ കമ്പനിക്ക് വരികയാണ്, അതായത് നമ്മളുടെ എംപ്ലോയീസിനെ എൻ്റർടൈൻ ചെയ്യിക്കാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും അലവൻസ് കൊടുക്കുന്നത് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൻ്റെ ഡെബിറ്റ് സൈഡിൽ എന്തായിട്ട് കാണിക്കാം? എൻ്റർടൈൻമെൻറ്റ് അലവൻസ് ആയിട്ട് കാണിക്കാം. അതേപോലെ തന്നെ പറയുന്നുണ്ട് ലീഗൽ എക്സ്പെൻസ് കേട്ടോ. എല്ലാ ലീഗൽ എക്സ്പെൻസും ഇൻകേർഡ് ഇൻ കണക്ഷൻ വിത്ത് ബിസിനസ് ഓർ പ്രൊഫഷൻ ഓഫ് ദ അസസി ആർ അലവബിൾ ഇറസ്പെക്റ്റീവ് ഓഫ് റിസൾട്ട് ഓഫ് ദ ലീഗൽ പ്രൊസീഡിങ്സ്. ഹൗവർ ലീഗൽ എക്സ്പെൻസ് ഓൺ ക്രിമിനൽ പ്രോസിക്യൂഷൻ ആർ നോട്ട് ഡിഡക്റ്റബിൾ. എന്നാൽ ലീഗൽ എക്സ്പെൻസ് ഇപ്പോൾ നിയമപരമായിട്ടുള്ള എന്തെങ്കിലും ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് വന്നതാണ്, പക്ഷേ ബിസിനസ് ഓണറുടെ കയ്യിലിരിപ്പ് ശരിയല്ലാതെ പ്രോസിക്യൂഷന് വേണ്ടിയിട്ട് ലീഗൽ എക്സ്പെൻസ് വന്നു കഴിഞ്ഞാൽ അതെന്തല്ല, ഡിഡക്ഷനായിട്ട് കൊടുക്കാൻ പാടില്ല. ക്യാപിറ്റൽ അസറ്റ് പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും എക്സ്പെൻസ് വരികയാണെങ്കിൽ ദറ്റ് ഈസ് ഓൾസോ ഡിഡക്റ്റബിൾ. അപ്പോൾ ഇതൊക്കെയാണ് എക്സാമ്പിൾസ് ഓഫ് എക്സ്പെൻഡിച്ചർ അലവബിൾ ആസ് എ ഡിഡക്ഷൻ അണ്ടർ സെക്ഷൻ 37 ക്ലോസ് 1. 37 ക്ലോസ് 1 അനുസരിച്ച് എക്സ്പെൻഡിച്ചറുകൾ അലവബിൾ ആവുന്നത് ഡിഡക്ഷനായിട്ട് അണ്ടർ സെക്ഷൻ 37 ക്ലോസ് 1 എക്സ്പെൻഡിച്ചറുകൾ അലവബിൾ ആസ് എ ഡിഡക്ഷൻ, അതിൻ്റെ എക്സാമ്പിളാണ് ഇപ്പോൾ നമ്മൾ പറഞ്ഞത്. നെക്സ്റ്റ് നമുക്ക് ഇനി എടുക്കാനുള്ള ടോപ്പിക്ക് കമ്മീഷൻ ഏൺഡ് ബൈ ഏജൻറ്റ് ഓഫ് LIC, UTI ആൻഡ് പോസ്റ്റ് ഓഫീസ് ഓർ മ്യൂച്വൽ ഫണ്ട്. ഓക്കെ, LIC ഏജൻറ്റിനോ പോസ്റ്റ് ഓഫീസ് ഏജൻറ്റിനോ ഒക്കെ നമ്മൾ എന്താണ് കമ്മീഷനോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അതിൻ്റെ ഒരു ട്രീറ്റ്മെൻറ്റാണ് വരുന്നത് കേട്ടോ. ഇത് നിങ്ങൾക്ക് നിങ്ങളുടെ ടെക്സ്റ്റിൽ പ്രത്യേകിച്ച് അതിനെക്കുറിച്ചൊരു ഇൻഫർമേഷൻ തരാത്തത് കൊണ്ട് നമുക്ക് അതിൻ്റെ ഒരു ആവശ്യം വരുന്നില്ല. പോസ്റ്റ് ഓഫീസ് LIC ഏജൻറ്റിന് അവർക്ക് എങ്ങനെയാണ് ഡിഡക്ഷൻ കൊടുക്കുന്നത് എന്നാണ് പറയുന്നത്. ഓക്കെ, നമുക്കത് വേണ്ട, സ്കിപ്പ് ചെയ്യാം. അടുത്തത് എക്സ്പെൻസ് എക്സ്പ്രസ്ലി ഡിസലൗഡ്. ചില എക്സ്പെൻസുകൾ സെക്ഷൻ 40 അനുസരിച്ച് ഡിസലൗഡാണ്. ഡിസലൗഡ് എന്ന് പറഞ്ഞാൽ എന്താ? അലൗ ചെയ്യാൻ പാടില്ലാത്തത്. ഓക്കെ, അതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ഡിസലൗഡ് എന്ന് പറയുന്നത്. എക്സ്പെൻസ് എക്സ്പ്രസ്ലി ഡിസലൗഡ്, എന്തെങ്കിലും എക്സ്പെൻസുകൾ ഡിസലൗഡ് ആയത്. Certain expenses will not be allowed as a deduction on obtaining the amount of taxable income. ചില എക്സ്പെൻസുകൾ എന്ത് ചെയ്യാൻ പാടില്ല? ഡിഡക്ഷനായിട്ട് അലൗ ചെയ്യാൻ പാടില്ല. അതിൽ ഫസ്റ്റ് വൺ, പേയ്മെൻറ്റ് ഔട്ട്സൈഡ് ഇന്ത്യ. ഇന്ത്യയിലല്ലാതെ പുറത്ത് എവിടെയെങ്കിലും പേയ്മെൻറ്റ് നടത്തുക, ദറ്റ് ഈസ് നോൺ ആസ് പേയ്മെൻറ്റ് ഔട്ട്സൈഡ് ഇന്ത്യ. പേയ്മെൻറ്റ് ഔട്ട്സൈഡ് ഇന്ത്യ എന്ന് പറഞ്ഞാൽ എനി ഇൻട്രസ്റ്റ്, royalty or fee paid for technical service chargeable to tax under the Income Tax Act which is payable outside India, on which the tax deducted at source has been paid. അതൊക്കെ ഉണ്ട്, TDS ഒക്കെ കൊടുത്തിട്ടുണ്ട്. എങ്കിലും എന്തെങ്കിലും ഇൻട്രസ്റ്റോ റോയലിറ്റിയോ ഫീയോ അങ്ങനെയുള്ളതൊക്കെ ടെക്നിക്കൽ സർവീസിന് വേണ്ടിയിട്ടുള്ള ഈ പറഞ്ഞ കാര്യങ്ങൾ ഏതെങ്കിലുമൊക്കെ നമ്മൾ ഔട്ട്സൈഡ് ഇന്ത്യയിൽ പേ ചെയ്യുകയാണെങ്കിൽ അതൊരിക്കലും എന്തല്ല, ഡിഡക്ഷനായിട്ട് കൊടുക്കാൻ പാടില്ല. സെക്കൻഡ് വൺ, സാലറീസ് പേയബിൾ ഔട്ട്സൈഡ് ഇന്ത്യ. സാലറി പേയബിൾ ഔട്ട്സൈഡ് ഇന്ത്യ ഓർ എ നോൺ റെസിഡൻറ്റ് ഇഫ് ടാക്സ് ഹാസ് നോട്ട് ബീൻ പെയ്ഡ് ഓർ ഡിഡക്റ്റഡ് സോഴ്സ് ഇറ്റ് ഈസ് നോട്ട് അലൗഡ് ആസ് ഡിഡക്ഷൻ.
ഏതെങ്കിലും ഒരു വ്യക്തിക്ക് നമ്മൾ സാലറി ഔട്ട്സൈഡ് ഇന്ത്യയിൽ പേ ചെയ്യുകയാണെങ്കിൽ അതൊരിക്കലും എന്തായിട്ട് കാണിക്കാൻ പാടില്ല, ഡിഡക്ഷനായിട്ട് കാണിക്കാൻ പാടില്ല. അടുത്തത് പേയ്മെൻറ്റ് ടു റെസിഡൻറ്റ്. എനി ഇൻട്രസ്റ്റ്, കമ്മീഷൻ ഓർ ബ്രോക്കറേജ്, റെൻറ്റ്, റോയൽറ്റി, ഫീ ഓർ പ്രൊഫഷണൽ സർവീസ് ഓർ ഫീസ് ഓഫ് ടെക്നിക്കൽ സർവീസ് പേയബിൾ ടു എ റെസിഡൻറ്റ് or amount payable to a resident contractor or subcontractor for carrying out any work on which tax deductible at source and such tax has not been deducted. എന്ത് ചെയ്യാൻ പാടില്ല? ഇപ്പോൾ നമ്മൾ എന്തെങ്കിലും റെസിഡൻ്റ് ആയിട്ടുള്ളൊരു വ്യക്തിക്ക് തന്നെ ഇൻട്രസ്റ്റോ, കമ്മീഷനോ, ബ്രോക്കറേജോ, റെൻറ്റോ, റോയൽറ്റിയോ, ഫീയോ, പ്രൊഫഷണൽ സർവീസ്, ടെക്നിക്കൽ സർവീസിന് വേണ്ടിയിട്ടുള്ള എമൗണ്ടൊക്കെ റെസിഡൻ്റ് ആയിട്ടുള്ള ഒരു വ്യക്തിക്ക് പേ ചെയ്യുകയാണെങ്കിൽ അതൊരു കോൺട്രാക്ടർക്കാവാം പേ ചെയ്യുന്നത്, സബ് കോൺട്രാക്ടർക്കാവാം. ഓക്കെ, ഒരു സ്പെസിഫൈഡ് വർക്ക് ക്യാരി ചെയ്യുന്നതിന് വേണ്ടിയിട്ട് കോൺട്രാക്ടർക്കാവാം, സബ് കോൺട്രാക്ടർക്കാവാം. അങ്ങനെ കൊടുക്കുന്ന പേയ്മെൻറ്റുകൾ ഡിഡക്റ്റ് ചെയ്യാൻ പാടില്ല. ഓക്കെ, അത് ടി ഡി എസിൻ്റെ അണ്ടറിൽ വരുന്നതാണെങ്കിലും കേട്ടോ. നാലാമത്തത് ഫ്രിഞ്ച് ബെനിഫിറ്റ് ടാക്സ്. എനി സം പെയ്ഡ് ഓൺ അക്കൗണ്ട് ഓഫ് ഫ്രിഞ്ച് ബെനിഫിറ്റ് ടാക്സ് ഷാൾ നോട്ട് ബി അലൗഡ് ആസ് ഡിഡക്ഷൻ. ഫ്രിഞ്ച് ബെനിഫിറ്റ് ടാക്സിന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല? ഡിഡക്ഷൻ അലൗ ചെയ്യാൻ പാടില്ല. അഞ്ചാമത്തത് ഇൻകം ടാക്സ് പേയബിൾ. നമ്മൾ ഏതെങ്കിലും ഒരു വ്യക്തിയുടെ ഇൻകം ടാക്സ് പേ ചെയ്തത് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൻ്റെ ഡെബിറ്റ് സൈഡിൽ എക്സ്പെൻസ് ആയിട്ട് കാണിക്കാൻ പാടില്ല. ഞാൻ ഇൻകം ടാക്സ് പേ ചെയ്യേണ്ടത് എൻ്റെ റെസ്പോൺസിബിലിറ്റിയാണ്, അതൊരിക്കലും ബിസിനസ് അക്കൗണ്ടിൽ കാണിക്കേണ്ട ആവശ്യം വരില്ല. അടുത്തത് ഡിസലവൻസ് ഓഫ് സെർട്ടൈൻ ഫീസ്, ചാർജസ് എക്സെട്രാ ആസ് ഇൻ ദ കേസ് ഓഫ് സ്റ്റേറ്റ് ഗവൺമെൻറ് അണ്ടർടേക്കിംഗ്. ഏതെങ്കിലും രീതിയിലുള്ള ഫീസ്, ചാർജസ് ഒക്കെ സ്റ്റേറ്റ് ഗവൺമെൻറ് അണ്ടർടേക്കിങ്സിന് പേ ചെയ്യുക. എനി എമൗണ്ട് പെയ്ഡ് ബൈ വേ ഓഫ് റോയൽറ്റി, ലൈസൻസ് ഫീ, സർവീസ് ഫീ, പ്രിവിലേജ് ഫീ, സർവീസ് ചാർജസ് ഓർ എനി അതർ ഫീ ഓർ ചാർജസ് ബൈ വാട്ട് എവർ നെയിം കോൾഡ്. എന്ത് പേരിൽ പറഞ്ഞോട്ടെ, റോയൽറ്റി ആവട്ടെ, ലൈസൻസ് ഫീ ആവട്ടെ, സർവീസ് ഫീ ആവട്ടെ, പ്രിവിലേജ് ഫീ ആവട്ടെ, സർവീസ് ചാർജ് ആവട്ടെ, അതല്ലെങ്കിൽ ഏതെങ്കിലും ഫീയോ ചാർജോ ആവട്ടെ, എന്ത് പേരിൽ പറഞ്ഞാലും ലെവീഡ് എന്ന് വെച്ചാൽ ചാർജ് ചെയ്യുക എക്സ്ക്ലൂസീവ്ലി ഓൺ ഓർ എനി എമൗണ്ട് അപ്രോപ്രിയേറ്റഡ് ഡയറക്ട്ലി ഓർ ഇൻഡയറക്ട്ലി ഫ്രം എ സ്റ്റേറ്റ് ഗവൺമെൻറ് അണ്ടർടേക്കിംഗ് ബൈ ദ സ്റ്റേറ്റ് ഗവൺമെൻറ് ഷാൾ നോട്ട് ബി അലൗഡ് ആസ് ഡിഡക്ഷൻ. ഏതെങ്കിലും ഒരു സ്റ്റേറ്റ് ഗവൺമെൻറ്റിനോ അല്ലെങ്കിൽ സ്റ്റേറ്റ് ഗവൺമെൻറ് അണ്ടർടേക്കിങ്ങിനോ ഈ പറഞ്ഞ പേരിൽ എന്തെങ്കിലും ഫീ കൊടുക്കുകയാണെങ്കിൽ അതൊരിക്കലും എന്തായിട്ട് കാണിക്കാൻ പാടില്ല? ഡിഡക്ഷനായിട്ട് കാണിക്കാൻ പാടില്ല. അടുത്തത് പേയ്മെൻറ്റ് ടു പ്രൊവിഡൻറ്റ് ഫണ്ട് ഓർ അതർ ഫണ്ട്. പ്രൊവിഡൻറ്റ് ഫണ്ടിലേക്കോ അതല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഫണ്ടിലേക്കോ പേയ്മെൻറ്റ് നടത്തുക. പേയ്മെൻറ്റ് ടു എ പ്രൊവിഡൻറ്റ് ഫണ്ട് ഓർ അതർ ഫണ്ട് എസ്റ്റാബ്ലിഷ്ഡ് ഫോർ ദ ബെനിഫിറ്റ് ഓഫ് ദ എംപ്ലോയി ഓഫ് ദ എസ്എസ്സി വിൽ നോട്ട് ബി അലൗഡ് ആസ് ഡിഡക്ഷൻ അൺലെസ് ദ പ്രൊവിഡൻറ്റ് ഫണ്ട് is recognized or is a statutory provident fund or other fund or for welfare of the employees recognized under the law for the time being in force. Such payment will not be allowed as a deduction. Okay, ആ പറഞ്ഞ രീതിയിൽ നമ്മൾ പ്രൊവിഡൻറ്റ് ഫണ്ടിലേക്കോ വേറെ ഏതെങ്കിലും റെക്കഗ്നൈസ്ഡ് പ്രൊവിഡൻറ്റ് ഫണ്ടിലേക്കോ സ്റ്റാറ്റ്യൂട്ടറി പ്രൊവിഡൻറ്റ് ഫണ്ടിലേക്കോ ഒക്കെ പേയ്മെൻറ്റ് നടത്തുകയാണെങ്കിൽ അതൊരിക്കലും എന്ത് ചെയ്യാൻ പാടില്ല? ഡിഡക്ഷനായിട്ട് കൊടുക്കാൻ പാടില്ല. അഡ്വർടൈസ്മെൻറ്റ് ഓഫ് എനി പബ്ലിക്കേഷൻ ഓഫ് പൊളിറ്റിക്കൽ പാർട്ടി. ഏതെങ്കിലും പൊളിറ്റിക്കൽ പാർട്ടികളുടെ അഡ്വർടൈസ്മെൻറ്റിന് വേണ്ടിയിട്ട് നമ്മൾ പൈസ ചിലവാക്കുക, അതൊരിക്കലും ഡിഡക്ഷനായിട്ട് കാണിക്കാൻ പാടില്ല. Any expenditure incurred by way of advertisement expenses for giving an advertisement in any publication or political party will not be allowed as a deduction. ഏതെങ്കിലും പൊളിറ്റിക്കൽ പാർട്ടികളുടെ അഡ്വർടൈസ്മെൻറ്റിന് വേണ്ടിയിട്ട് നമ്മൾ പൈസ ചിലവാക്കുകയാണ്, അത് ഒരിക്കലും നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല? ഡിഡക്ഷനായിട്ട് കാണിക്കാൻ പാടില്ല. അടുത്തത് എക്സസീവ് ഓർ അൺറീസണബിൾ എക്സ്പെൻഡിച്ചർ. ആക്ച്വലി സംഭവിച്ചതല്ല, അതിൽ കൂടുതൽ കാണിക്കുക. റീസണബിൾ അല്ല, ഒരു എന്താ പറയുക, നമ്മളൊരു റീസണബിൾ എമൗണ്ട് വേണ്ടേ, ഇത് അനാവശ്യമായിട്ട് കുറേ എമൗണ്ട് വെറുതെ അങ്ങോട്ട് അൺറീസണബിളായിട്ട് കാണിക്കുക. എക്സസീവ് അല്ലെങ്കിൽ അൺറീസണബിൾ എക്സ്പെൻഡിച്ചർ. എനി എക്സ്പെൻഡിച്ചർ റിലേറ്റിംഗ് എനി പേയ്മെൻറ്റ് ടു എ സ്പെസിഫൈഡ് പേഴ്സൺ വിൽ ബി ഡിസലൗഡ് ടു ദ എക്സ്റ്റെൻറ്റ് ഓഫ് എക്സസീവ് ഓർ അൺറീസണബിൾ ഹാവിംഗ് റിഗാർഡ് ടു ദ മാർക്കറ്റ് വാല്യൂ ഓഫ് ഗുഡ്സ് ഓർ സർവീസസ് ആൻഡ് ദ ബെനിഫിറ്റ് ഓഫ് ദ ബിസിനസ് ഓർ പ്രൊഫഷൻ. ബിസിനസ് ഓർ പ്രൊഫഷൻ്റെ ബെനിഫിറ്റിന് വേണ്ടിയിട്ടായിക്കൊള്ളട്ടെ, അതല്ലെങ്കിൽ വേറെ ഏതെങ്കിലും മാർക്കറ്റ് വാല്യൂ ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസിന് വേണ്ടിയിട്ടായിക്കൊള്ളട്ടെ, അതൊരിക്കലും എന്തല്ല? ഡിഡക്ഷനായിട്ട് കാണിക്കാൻ പാടുള്ളതല്ല. അടുത്തത് പേഴ്സണൽ എക്സ്പെൻസ്. ഞാൻ പറഞ്ഞു നമ്മളുടെ വ്യക്തിപരമായ എക്സ്പെൻസ്. ഡ്രോയിങ് പ്രൈവറ്റ് ഓർ പേഴ്സണൽ എക്സ്പെൻസ് ബൈ ദ പ്രൊപ്രൈറ്റർ ഇസ് നോട്ട് അലൗഡ്. പ്രൊപ്രൈറ്ററുടെ അല്ലെങ്കിൽ ഓണറുടെ അല്ലെങ്കിൽ ബിസിനസ് കൺട്രോൾ ചെയ്യുന്ന വ്യക്തിയുടെ അല്ലെങ്കിൽ അസസിയുടെ പേഴ്സണലായിട്ടുള്ള എക്സ്പെൻസുകളൊന്നും പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൻ്റെ ഡെബിറ്റ് സൈഡിൽ കാണിക്കാൻ പാടില്ല.
ചാരിറ്റി അല്ലെങ്കിൽ പ്രസൻസ് നമ്മൾ ചാരിറ്റിക്ക് കൊടുക്കുക. ചിലവരൊക്കെ ഉണ്ടാവും ഞാൻ ചാരിറ്റിക്ക് കൊടുത്തു എന്ന് പറഞ്ഞ് ഇങ്ങനെ വിളിച്ച് പറഞ്ഞ് നടക്കും. അങ്ങനെ ചെയ്യാൻ പാടില്ല. നമ്മൾ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൻ്റെ ഡെബിറ്റ് സൈഡിൽ പോലും നമ്മൾ എന്ത് കാണിക്കാൻ പാടില്ല? ചാരിറ്റബിൾ പ്രവർത്തനങ്ങൾക്ക് വേണ്ടിയിട്ട് കാശ് കൊടുത്താൽ അത് ഡിഡക്ഷനായിട്ട് കാണിക്കാൻ പാടില്ല പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൻ്റെ ഡെബിറ്റ് സൈഡിൽ. ഓക്കെ, ദ എമൗണ്ട് പെയ്ഡ് ആസ് ചാരിറ്റി ആൻഡ് പ്രസൻസ് ബട്ട് ദ സബ്സ്ക്രിപ്ഷൻ അലൗഡ് ആസ് എ ഡിഡക്ഷൻ. സബ്സ്ക്രിപ്ഷൻ അലൗഡ് ആണ്. അത് നിങ്ങൾ നോൺ പ്രോഫിറ്റ് ഓർഗനൈസേഷൻ പഠിച്ച സമയത്ത് അവിടെ പറഞ്ഞിട്ടുണ്ടാവും സബ്സ്ക്രിപ്ഷൻ. അതൊക്കെയാണ്. പക്ഷേ ചാരിറ്റിക്ക് വേണ്ടിയിട്ട് കൊടുത്തത് ഒരിക്കലും എന്തല്ല പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൻ്റെ ഡെബിറ്റ് സൈഡിൽ കാണിക്കാൻ പാടില്ല. ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ ഡിഡക്ഷനായിട്ട് കാണിക്കാൻ പാടില്ല. ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ എന്ന് പറഞ്ഞാൽ എന്താ? ഫിക്സഡ് അസറ്റുകൾ വാങ്ങിക്കാൻ വേണ്ടി വരുന്ന ചിലവിനെയാണ് ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ എന്ന് പറയുന്നത്. ആ ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ ഡിഡക്ഷനായിട്ട് കാണിക്കാൻ പാടില്ല. പ്രൊവിഷൻ ഓഫ് ബാഡ് ഡെപ്റ്റ് ടാക്സേഷൻ എക്സെട്ര. എനി പ്രൊവിഷൻ ഫോർ ബാഡ് ഡെപ്റ്റ് ടാക്സേഷൻ ഇസ് നോട്ട് അലൗഡ് ആസ് എ ഡിഡക്ഷൻ. ഏതെങ്കിലും പ്രൊവിഷൻ നീക്കി വയ്ക്കുക. പ്രൊവിഷൻ നീക്കി വയ്ക്കുക എന്ന് പറഞ്ഞാൽ എന്താ? പ്രോഫിറ്റിൻ്റെ ഒരു ഭാഗം നമ്മൾ ആൻറ്റിസിപ്പേറ്റഡ് ആയിട്ടുള്ള എക്സ്പെൻസുകൾക്ക് വേണ്ടി നീക്കി വയ്ക്കുന്നതിനെയാണ് പ്രൊവിഷൻ നീക്കുക എന്ന് പറയുന്നത്. അപ്പോൾ പ്രൊവിഷൻ നീക്കി വെച്ചിട്ടുണ്ടെങ്കിൽ അതൊരിക്കലും എന്തല്ല? ഡിഡക്ഷനായിട്ട് കാണിക്കാൻ പാടില്ല. അടുത്തത് പേയ്മെൻറ്റ് ഓഫ് എനി എക്സ്പെൻഡിച്ചർ എക്സീഡിങ് ₹10,000 or more by way of ക്രോസ്ഡ് ചെക്ക് ഓർ ഡിമാൻഡ് ഡ്രാഫ്റ്റ്. ഓക്കെ, അതർ ദാൻ ബൈ വേ ഓഫ് 10,000-ൽ കൂടുതൽ കാശ് ഡിമാൻഡ് ഡ്രാഫ്റ്റോ അല്ലെങ്കിൽ ചെക്കായിട്ടോ മാത്രമേ കൊടുക്കാൻ പാടുള്ളൂ. അതല്ലാതെ 10,000-ൽ കൂടുതൽ പൈസ ഡിമാൻഡ് ഡ്രാഫ്റ്റോ ചെക്കോ അല്ലാതെ കാശായിട്ട് കൊടുത്തു കഴിഞ്ഞാൽ അത് ഫുള്ള് ഇൻഅഡ്മിസിബിൾ ആണ്. ഓക്കെ, ഇപ്പോൾ ഒരു 25,000 രൂപ ഒരു ബിസിനസ് ഓർഗനൈസേഷൻ ഏതെങ്കിലും ഒരാളുകൾക്ക് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ആവശ്യത്തിന് വേണ്ടിയിട്ട് പൈസയായിട്ട് കൊടുത്തു എന്ന് വിചാരിക്കുക. ആ 25,000 മൊത്തം തിരിച്ച് പ്രോഫിറ്റിൻ്റെ കൂടെ എടുത്തിട്ട് ആഡ് ചെയ്യും കേട്ടോ. കാരണം 10,000-ൽ കൂടുതൽ പൈസ എന്തായിട്ട് കൊടുക്കാൻ പാടില്ല? ക്യാഷ് ആയിട്ട് കൊടുക്കാൻ പാടില്ല. നേരെ മറിച്ച് പിന്നെ ഡ്രാഫ്റ്റായിട്ടോ ക്രോസ്ഡ് ചെക്കായിട്ടോ ഡിമാൻഡ് ഡ്രാഫ്റ്റായിട്ടോ ഒക്കെ കൊടുക്കാം. അതിനൊരു കുഴപ്പമില്ല. അപ്പം താഴെ പറയുന്നുണ്ട് പേയ്മെൻറ്റ് എക്സീഡിങ് ₹10,000 ഇൻ എ ഡേ ടു എ സിംഗിൾ പാർട്ടി മസ്റ്റ് ബി മെയ്ഡ് ബൈ ക്രോസ്ഡ് ചെക്ക് ഓർ ബാങ്ക് ഡ്രാഫ്റ്റ്. പേയ്മെൻറ്റ് 10,000-ൽ കൂടുതൽ നടത്തുന്നതൊക്കെ എങ്ങനെ വേണം കൊടുക്കാൻ? ക്രോസ്ഡ് ചെക്കോ ഡിമാൻഡ് ഡ്രാഫ്റ്റോ ആയിട്ട് വേണം കൊടുക്കാൻ. അടുത്തത് എനി പ്രൊവിഷൻ ഓർ റിസർവ്. എനി പ്രൊവിഷൻ ഓർ റിസർവ് എക്സെപ്റ്റ് സ്പെഷ്യൽ പ്രൊവിഷൻ ദ അപ്രൂവ്ഡ് ഫിനാൻഷ്യൽ കോർപ്പറേഷൻ. നമ്മൾ നേരത്തെ പറഞ്ഞു പ്രൊവിഷൻ നീക്കാൻ ആർക്ക് മാത്രമേ അധികാരമുള്ളൂ? ബാങ്കുകൾക്ക് മാത്രമേ അധികാരമുള്ളൂ. പ്രൊവിഷൻ അതല്ലാത്തവരാരും നീക്കാൻ പാടില്ല. അപ്പോൾ എന്തെങ്കിലും പ്രൊവിഷനോ റിസർവോ നീക്കുന്നുണ്ടെങ്കിൽ അതെന്താണ്? ഇൻഅഡ്മിസിബിളാണ്. പാസ്റ്റ് ലോസസ്, മുന്നുണ്ടായ പണ്ട് കാലത്ത് സംഭവിച്ചിട്ടുള്ള ബിസിനസ് ഓർഗനൈസേഷൻ്റെ ലോസ്. അപ്പോൾ പാസ്റ്റ് ലോസസ് നമുക്ക് എന്തല്ല? ഡിഡക്ഷൻ അലൗ ചെയ്യാൻ പാടുള്ളതല്ല. പാസ്റ്റ് ലോസസ് എന്ന് പറഞ്ഞാൽ മുന്നേ ഉണ്ടായ ലോസ് കേട്ടോ. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നമുക്ക് എന്തല്ല? ഡിഡക്ഷൻ എക്സ്പ്രസ്ലി ഡിസലൗഡ് എന്ന് വെച്ചാൽ എന്താ? ഡിഡക്ഷൻ അലൗ ചെയ്യാൻ പാടില്ലാത്തത് എന്നാണ് നമ്മളിപ്പോൾ പറഞ്ഞത്. ഓക്കെ, എക്സ്പ്രസ്ലി ഡിസലൗഡ്. സെക്ഷൻ 40 അനുസരിച്ച് ഡിഡക്ഷൻ എക്സ്പ്രസ്ലി ഡിസലൗഡ് ആയതിനെയാണ് നമ്മൾ ഏതൊക്കെയാണെന്ന് ഇപ്പോൾ നോക്കിയത്. ദറ്റ് ഈസ് പേയ്മെൻറ്റ് ഔട്ട്സൈഡ് ഇന്ത്യ, സാലറി പേയബിൾ ഔട്ട്സൈഡ് ഇന്ത്യ, പേയ്മെൻറ്റ് ടു റെസിഡൻറ്റ്, ഫ്രിഞ്ച് ബെനിഫിറ്റ് ടാക്സ്, ഇൻകം ടാക്സ് പേയബിൾ, disallowance of certain fee charges as in the case of state government undertaking, payment to provident fund or other fund, advertisement in any publication of a political party, excessive or unreasonable expenditure, personal expenses, charity and presents, capital expenditure, provision for bad debt, taxation, etc., payment of any expenditure exceeding ₹10,000 other than by way of crossed check or demand draft, any provisions or reserve, പാസ്റ്റ് ലോസസ്. ഇത്രയും കാര്യങ്ങൾ നമ്മൾ ഒരിക്കലും എന്ത് ചെയ്യാൻ പാടില്ല? പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൻ്റെ ഡെബിറ്റ് സൈഡിൽ കണ്ടാൽ നേരെ തിരിച്ചെടുത്തിട്ട് എന്ത് ചെയ്തേക്കുക? ആഡ് ചെയ്തേക്കുക. കാരണം അതെന്താണ്? എക്സ്പെൻസസ് എക്സ്പ്രസ്ലി ഡിസലൗഡ് ആണ്. ഒരിക്കലും പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൻ്റെ ഡെബിറ്റ് സൈഡിൽ നമ്മളൊരു എക്സ്പെൻസ് ആയിട്ട് ട്രീറ്റ് ചെയ്യാൻ പാടില്ല എന്നാണ് ഇൻകം ടാക്സ് അതോറിറ്റി പറയുന്നത്. അപ്പോൾ നമ്മൾ ഇങ്ങനെ നോക്കുന്ന സമയത്ത് ഈ പറഞ്ഞ ഐറ്റംസ് ഏതെങ്കിലും പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൻ്റെ ഡെബിറ്റ് സൈഡിൽ കണ്ടാൽ അതിനെ അപ്പം തന്നെ അവിടെ നിന്ന് എടുത്തിട്ട് എന്ത് ചെയ്യണം? ആഡ് ഇൻഅഡ്മിസിബിൾ ഡിഡക്ഷൻ എന്ന് പറഞ്ഞിട്ട് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൻ്റെ കൂടെ തിരിച്ചെടുത്തിട്ട് ആഡ് ചെയ്യണം. നമ്മൾ പ്രോഫിറ്റ് ആണല്ലോ ഫസ്റ്റ് എടുക്കുക.
ആദ്യം നമ്മൾ പ്രോഫിറ്റ് ആസ് പെർ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് എന്ന് പറഞ്ഞിട്ട് എടുക്കും. അതിൻ്റെ കൂടെ ആഡ് ഇൻഅഡ്മിസിബിൾ ഡിഡക്ഷൻ, അഡ്മിഷൻ ചെയ്യാൻ പാടില്ലാത്ത ഡിഡക്ഷനെ നമ്മൾ ആഡ് ചെയ്യും. ആ പറഞ്ഞ കാര്യങ്ങളാണ് ഇതൊക്കെ. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൻ്റെ ഡെബിറ്റ് സൈഡിൽ കണ്ടാൽ ആഡ് ഇൻഅഡ്മിസിബിൾ ഡിഡക്ഷൻ എന്ന് പറഞ്ഞിട്ട് തിരിച്ച് ആഡ് ചെയ്യണം. ഓക്കെ, താങ്ക് യു.